പാസ്റ്റിൽ കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറയാൻ വേണ്ടി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഒരാൾക്ക് അയാളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിൽ ആ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എങ്കിൽ പോലും അതിന്റെ പ്രശ്നം ഇപ്പോഴും റെലവെന്റ് ആണ്. അങ്ങനത്തെ ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒന്നാമത്തെ ഉപയോഗം. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്തുണ്ടായ എക്സ്പീരിയൻസുകളെ പറയാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഒരാള് 2 തവണ ജപ്പാനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്ത് തുടങ്ങി ഇപ്പോഴും അൺഫിനിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. മുമ്പേ തുടങ്ങിയിട്ടുണ്ട്, അത് ഇതുവരെ തീർന്നിട്ടില്ല, അങ്ങനത്തെ പ്രവൃത്തിയെ കുറിച്ച് പറയാൻ വേണ്ടി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ഇത് നമ്മുടെ സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞിരിക്കണ എന്താണ് പതിവായി ചെയ്യുന്ന കാര്യത്തിൽ പെട്ടതല്ലേ എന്ന് തോന്നും. പക്ഷെ അതും ഇത് നമ്മൾ വ്യത്യാസമുണ്ട്. സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞിരിക്കുന്ന പതിവായി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം എല്ലാ ദിവസവും ചെയ്ത് പൂർത്തീകരിക്കും. അതായത് ഞാൻ എല്ലാ ദിവസവും നടക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നടന്ന് ആ നടത്തം പൂർത്തീകരിക്കും, അടുത്ത ദിവസം വീണ്ടും നടക്കും, നടത്തം പൂർത്തീകരിക്കും, അങ്ങനെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇതിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അൺഫിനിഷ്ഡ് വർക്കാണ്. പണ്ടങ്ങാണ്ട് തുടങ്ങി പക്ഷെ ഇതുവരെ അത് അവസാനിച്ചിട്ടില്ല, അങ്ങനത്തെ വർക്കാണ്. ഉദാഹരണത്തിന് 2010 മുതൽ ഒരാളുടെ കൂടെ അയാളുടെ ഒരു വളർത്തു മൃഗം ഉണ്ട് എങ്കിൽ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്റെ പട്ടി എന്റെ കൂടെ 2010 മുതലുണ്ട്. അപ്പൊ ആ പ്രവൃത്തി ഇതുവരെ തീർന്നിട്ടില്ല, അന്ന് തുടങ്ങിയ കാര്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പറയാൻ വേണ്ടി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ആ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ 3 ഉപയോഗങ്ങളാണത്. ഒന്ന്, പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും റെലവെന്റ് ആയ കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരാളുടെ എക്സ്പീരിയൻസുകളെ പറയാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്ത് തുടങ്ങി പക്ഷെ ഇപ്പോഴും അത് അൺഫിനിഷ്ഡ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഇതുവരെ തീർന്നിട്ടില്ലാത്ത ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യും, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഈ 3 കാര്യങ്ങൾക്കുള്ള ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് പാസ്റ്റിൽ കഴിഞ്ഞുപോയി പക്ഷെ ഇപ്പോഴും റെലവെന്റ് ആയ ഒരു കാര്യം, ഒരാൾക്ക് തന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടി ഐ ഹാവ് ലോസ്റ്റ് മൈ പാസ്പോർട്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടു, ആ നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ടിന്റെ നഷ്ടം അയാൾക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടി പ്രസന്റ് പെർഫെക്റ്റ്ലി ഐ ഹാവ് ലോസ്റ്റ് മൈ പാസ്പോർട്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്ത് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരാള് ജപ്പാനിലേക്ക് 2 തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഐ ഹാവ് വിസിറ്റഡ് ജപ്പാൻ ട്വൈസ്, ഞാൻ ജപ്പാൻ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ അവിടെ എന്താണ്, പാസ്റ്റിലുള്ള അയാളുടെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരാൾ മൗണ്ട് എവറസ്റ്റ് 2 തവണ കീഴടക്കിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഐ ഹാവ് ക്ലൈംബ്ഡ് മൗണ്ട് എവറസ്റ്റ് ട്വൈസ്, ഞാൻ 2 തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. മൂന്നാമതായിട്ട് നമുക്ക് ഉപയോഗം പറഞ്ഞിരിക്കുന്നത് എന്താണ്, കഴിഞ്ഞു പോയ കാലത്ത് തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഉദാഹരണത്തിന് ഒരാളുടെ കൂടെ അയാളുടെ വളർത്തുമൃഗം കഴിഞ്ഞ 2010 മുതലുണ്ട് എങ്കിൽ 2010 തുടങ്ങിയ ആ പ്രവർത്തനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൈ ഡോഗ് ഹാസ് ബീൻ വിത്ത് മീ സിൻസ് 2010 എന്ന് പറയാൻ വേണ്ടി പറ്റും. 2010 മുതൽ എന്റെ ഡോഗ് എന്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഈ 3 ഉപയോഗങ്ങളാണത്. അപ്പൊ ഈ 3 ഉപയോഗങ്ങൾ വന്നാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പം ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വാക്കുകളും ഉണ്ടാക്കുമ്പോഴും അതിലെ വെർബ് എപ്പോഴും വെർബിന്റെ 3rd ഫോം ആയിരിക്കണം എന്നുള്ളതാണ്. അത് എല്ലാ വെർബിലും ഒരുപോലെ ആയിരിക്കും. പിന്നെ വ്യത്യാസം വരുന്നെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊടുക്കേണ്ടി വരും. അതായത് സബ്ജക്റ്റ് ആയിട്ട് ഐ അല്ലെങ്കിൽ യു അല്ലെങ്കിൽ ദേ വി എന്നീ സാധനങ്ങളാണ് വരുന്നതെങ്കിൽ, അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നീ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ബഹുവചനങ്ങളായ ദേ അവര് അല്ലെങ്കിൽ വി നമ്മൾ എന്നീ വാക്കുകളാണ് വരുന്നത് എങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത്, അവിടെ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ്, ദേ ഹാവ്, വി ഹാവ്, യു ഹാവ് എന്നൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഹാവ് ഇട്ടാണ് ആ കാര്യത്തെ പറയേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ബഹുവചനങ്ങളായ ഏകവചനങ്ങളായ ഹി, ഷീ, ഇറ്റ് എന്നീ വാക്കുകളാണ് ഉള്ളത് എങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാസ് ആണ്. ഹി ഹാസ് എന്ന് പറയാം, ഷീ ഹാസ് എന്ന് പറയാം, ഇറ്റ് ഹാസ് എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ രാമു ഹാസ് അല്ലെങ്കിൽ രാജു ഹാസ്, രാധ ഹാസ്, അങ്ങനെ ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ അതിന്റെ കൂടെയും ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് അതിലൊരു സെന്റൻസ് രൂപീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആകമൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിൽ കഴിഞ്ഞ ഒരു പ്രവർത്തനം അത് ഇപ്പോഴും റെലവെന്റ് ആണെങ്കിൽ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഒരാളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ഐ ഹാവ് ലോസ്റ്റ് മൈ
പാരന്റ്സ് എന്ന് പറയാൻ പറ്റും. എനിക്ക് എന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ പിന്നെ കഴിഞ്ഞു പോയ കാലത്ത് ഉള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ 2 തവണ പിന്നെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, ഞാൻ പണ്ട് പിന്നെ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ മൂന്നാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ കാലമായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കുറെ കാലം മുമ്പ് തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാനായിട്ട് ഞാൻ കുറെ കാലമായിട്ട് അവിടെ പോകുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്ക്, പണ്ട് തുടങ്ങി ഇപ്പോഴും തീരാത്ത വർക്കുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്ത് പറയും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. പിന്നെ അതിന്റെ സെന്റൻസ് രൂപീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സെന്റൻസിനും ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ തേർഡ് ഫോം ആയിരിക്കും. പിന്നെ അതിന്റെ കൂടെ പിന്നെ സബ്ജക്ട് ഐ ആണെങ്കിൽ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. യു, ദേ, വി എന്നിവയാണെങ്കിലും ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹിയോ, ഷിയോ, ഇറ്റോ ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഹാസ് ആണ്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കംപ്ലീറ്റ് ആവും. ഓക്കെ.